നമ്മൾ ഈ കലോത്സവത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കലോത്സവ നഗരിയിലൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ മുൻപിലേക്ക് വരും. പ്രത്യേകിച്ചും മത്സരാർത്ഥികളൊക്കെ വരും. അല്ലാതെ ഇവിടെയുള്ള കലാകാരന്മാരൊക്കെ, കൊല്ലം നമുക്കറിയാം കലാകാരന്മാരുടെ മണ്ണാണ്. എന്താ നമുക്കറിയാം, നാടകത്തിന്റെ മണ്ണ്, കഥാപ്രസംഗത്തിന്റെ മണ്ണ്, ഗായകർ, അങ്ങനെ അങ്ങനെ. ചേട്ടാ നമസ്കാരം. ആശ്രാമം ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അല്ലേ? നമ്മുടെ ഗായകനാണ് നമ്മുടെ നടുവിലോട്ട് നിന്നു. അപ്പം നമ്മുടെ വളരെ പ്രിയപ്പെട്ട കൊല്ലത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട കലാകാരനാണ്. സ്വന്തം മണ്ണിൽ ഇങ്ങനെ കലോത്സവം നടക്കുമ്പോൾ അതൊക്കെ ആസ്വദിച്ച് ആഘോഷിച്ച് നടക്കുകയാണ്. എങ്ങനെയുണ്ട് കൊല്ലത്തെ കലോത്സവം? വളരെ മനോഹരമാണ്. ഞാനിപ്പം ഏകദേശം എൻ്റെ ഓർമ്മയിൽ അത് 88 പിന്നെ 99 പിന്നെ 2008 എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 കലോത്സവം എന്ന് പറയുന്നത് കൊല്ലത്ത് ക്രിസ്ത്യരാജ് സ്കൂളിൽ വെച്ചായിരുന്നു. അന്ന് മെയിൻ സ്റ്റേജിൻ്റെ സൗണ്ട് എഞ്ചിനീയർ ഞാനായിരുന്നു. അപ്പോൾ അന്ന് ലൈറ്റ് മ്യൂസിക് അന്ന് പക്ഷേ ഇത്രയും ഉള്ളൊരു ഇതൊക്കെ ഒന്നും അന്ന് 2 ചാനലേ ഉള്ളൂ. അന്ന് ഏഷ്യാനെറ്റും ദൂരദർശനും മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ മെയിൻ സ്റ്റേജിൽ അന്ന് വളരെ മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയുന്നത് അന്ന് ലൈറ്റ് അന്ന് ഒരു കർട്ടനിൽ ഉണ്ടായിട്ട് കുച്ചിപ്പൊടി നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് തീ പിടിച്ച് അന്ന് ഫയർഫോഴ്സ് വന്ന് ഈ മിക്സർ എനിക്ക് അന്നേരം തോന്നി ചിലപ്പോൾ വെള്ളം വന്ന് അടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഫയർഫോഴ്സ് വരുമെന്നറിയാം. അപ്പോൾ അത് കാരണം ഞാനതെല്ലാം നമ്മുടെ കൂടെയുള്ള പിള്ളേരത്ത് പറഞ്ഞ് അതെല്ലാം ടാർപ്പൊക്കെ ഇട്ട് കെട്ടി, ഫയർഫോഴ്സിന് അറിയത്തില്ല അത് മിക്സറാണെന്നോ ആംപ്ലിഫയർ ആണെന്നോ, അവരതിൻ്റെ മേളിൽ കയറി നിന്നിട്ടാണ് തീ അണച്ചതൊക്കെ. അന്ന് ലീഡ ജേക്കബ് സാറൊക്കെ ആയിരുന്നു അന്ന് അവിടുത്തെ ഇതിൻ്റെ വിദ്യാഭ്യാസ ഡയറക്ടർ. അപ്പോൾ അതൊക്കെ അനുഭവിക്കാനും പിന്നെ 88 യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് അന്നത്തെ കാലത്ത് സ്കൂളിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ച് ഇവിടുന്ന് അന്ന് ഇതേണക്കുള്ള വാഹന സൗകര്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളായിരുന്നു പോയില്ല. ജില്ലാതലത്തിൽ സെക്കൻഡ് പ്രൈസൊക്കെ വന്നിട്ടുണ്ട് ലൈറ്റ് മ്യൂസിക്കിനൊക്കെ. പക്ഷെ എന്നിട്ടും നമുക്കൊന്നും ഇങ്ങനെ കൊണ്ടുപോകാനൊന്നും അന്ന് അങ്ങനെ സൗകര്യങ്ങളില്ലായിരുന്നു. കാണുമ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള ഒരു മീഡിയ വൈബൊക്കെ വന്ന് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇതിനു മുമ്പുള്ള ഇത്രയൊക്കെയുള്ള സൗകര്യമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് ഇപ്പം കൊല്ലത്ത് വരുന്ന 4ാമത്തെ പ്രാവശ്യം എൻ്റെ ഓർമ്മയിൽ 4ാമത്തെ പ്രാവശ്യം 5 വർഷങ്ങൾക്ക് ശേഷം വരുന്നു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ അഡ്വാൻസ് ആയിട്ട് ലൈവ് ഇപ്പോൾ പണ്ട് ലൈവൊക്കെ മുമ്പൊക്കെ 99 ലൈവ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എടുത്തിട്ട് പിന്നീട് കാണിക്കുന്ന ഒരു സംഭവമായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മുടെ കാലത്ത് ഇത്രയൊക്കെയുള്ളൊരു പ്രൊമോഷനൊന്നും നമ്മുടെയൊക്കെ ആ ഒരു ചെറുപ്പകാലത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെ അവർ പക്ഷേ ഏറ്റവും കൂടുതൽ കലാകാരന്മാരെയും കലാകാരികളെ സംഭാവന ചെയ്തിട്ടുള്ളത് പണ്ട് ഇത് യുവജനോത്സവം എന്നായിരുന്നു. പിന്നീടാണ് ഇത് മാറ്റി ഇപ്പം സ്കൂൾ കലോത്സവമാക്കിയത്. യുവജനോത്സവമുള്ള കാലത്ത് കലാതിലകം എന്ന് പറയുന്ന കലാതിലകവും കലാപ്രതിഭ, അത് ഒരുപാട് പേര് അതിനു വേണ്ടിയിട്ട് ആ കലാതിലകവും കലാപ്രതിഭയാകാൻ വേണ്ടിയിട്ട് മക്കളെ അതിനുവേണ്ടി മാത്രം ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒക്കെ എടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇപ്പോൾ ഈ ഗ്രേഡ് മാത്രമായപ്പോഴത്തേക്ക് കുട്ടികൾക്ക് അതിനൊരു മങ്ങൽ ഏറ്റവും ഒരു സംശയം. അങ്ങനെ മങ്ങലൊന്നുമില്ല, വലിയ ആവേശത്തോടെയാണ് കുഞ്ഞുങ്ങളൊക്കെ വന്ന്. ആവേശം കുട്ടികൾക്കെല്ലാം ഉണ്ടെങ്കിലും പേരൻസിനായി കലാപ്രതിഭ കലാതിലകം എന്നുള്ളത് മത്സരങ്ങളും പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്പീലുകൾ ഏറ്റവും കുന്നുകൂടിയൊരു ഒരു സ്കൂൾ കലോത്സവം ഇതാണെന്ന് തോന്നുന്നു. വലിയ ആരോഗ്യകരമായ ഒരു കലാമത്സരം. അത്രയ്ക്ക് കോമ്പറ്റീഷൻ, അത്രയ്ക്കൊരു മത്സരം എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും വേദികളിലൊക്കെ ഞാനൊരിക്കലും കൊല്ലത്ത് ആശ്രാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പൂരം നടക്കുന്ന ഈ മണ്ണിലാണ്. പക്ഷേ ആ പൂരത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ആള് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയും ജനം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഇത്രയും ജനം വരുമെന്ന് പ്രതീക്ഷിച്ചു. ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുവഴി നടക്കാൻ കഴിയുന്നില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ആ മറ്റേ ഫാത്തിമ കോളേജിൻ്റെ അടുത്ത് ഗ്രൗണ്ടൊക്കെ നിറഞ്ഞ റോഡിലൊക്കെ വണ്ടി വലിയ ബസ്സുകളൊക്കെ വന്ന് ഇന്നത് ഇരട്ടിയാകും. ഇന്ന് ശനി നാളെ ഞായർ. അയ്യോ അത് ഭയങ്കര